യൂസ് ചെയ്യുന്ന ബ്രാൻഡഡ് പെർഫ്യൂം? ഞാൻ പെർഫ്യൂം അടിക്കാറില്ല. ഞാൻ പെർഫ്യൂം അടിക്കാറില്ല. ഞങ്ങക്ക് സ്പ്രേ അടിച്ചുവിടാം, സ്ത്രീകൾക്ക് സ്പ്രേ അടിച്ചുവിടാം. സത്യമാണ്. എന്നിട്ട് പതുക്കെ ആയതുകൊണ്ട് അത് ശരിയാണോ? ഇസ്ലാമില് പെണ്ണുങ്ങൾക്ക് ഇങ്ങനത്തൊന്നും പാടില്ല എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. ആരെ ഇങ്ങനെ വല്ലതും കണ്ട അസ്തഗ്ഫിറുല്ലാഹ് അങ്ങോട്ട് പറയാം. അത് പിന്നെ സുന്നത്തായതുകൊണ്ടേ ഫർദിന്റെ കൂലി കിട്ടും, അതാണ്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാണ്? കുഞ്ഞിലേ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് വിചാരിച്ചു തുടങ്ങി ഞാൻ ഇവരുടെ കൊച്ചല്ല, എന്നെ അറബിയിൽ നിന്ന് അടിച്ചോണ്ട് വന്നതാണ്. എന്ന് ഞാൻ തന്നെ എന്നെ പറഞ്ഞ വിശ്വസിപ്പിക്കാൻ എടുക്കാനൊക്കെ തുടങ്ങി കേട്ടോ. ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഇരിക്കുന്ന നീ എന്ന് ഞാൻ തന്നെ എന്നെ പറഞ്ഞ വിശ്വസിപ്പിക്കാൻ എടുക്കാനൊക്കെ തുടങ്ങി കേട്ടോ. ഞാനില്ലേ, അത് ഞാനല്ല. എനിക്ക് ശരിക്കും ഓർമ്മ വന്നത് ഈ വീഡിയോ. ജാസ്മിന്റെ ഫാദർ ഈസ് ഫൈൻ ഇരിക്കും. ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോകണ്ട, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് അവരൊരു വേറെ ഡേറ്റ് പറയുമ്പോൾ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. ഈശോ എന്നിട്ട് കേട്ടോ, ബെറ്റർ. ഒരു ബ്ലോക്ക് അല്ലേ ഉള്ളൂ, അതൊക്കെ കുഴപ്പമില്ല. ഈസ് ഫൈൻ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാം. ഡോണ്ട് വറി, ഇരിക്കാം. സംശയമൊന്നുമില്ലല്ലോ അല്ലേ? അതിന്റെ ഇടയിൽ ഓള് എത്ര ബ്ലോക്കാ. ഒരു മേജർ അറ്റാക്ക് വന്നായിരുന്നു. അതിനുശേഷം വേറെ കുറെ ബ്ലോക്ക് ഉണ്ട്. അതിൽ ഒരു ബ്ലോക്ക് കളയണമെന്ന് പറഞ്ഞായിരുന്നു, ബാക്കിയൊന്നും കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാണ്? അപ്പൊ അത് വരുന്നൊരു പ്രശ്നമില്ലായിരുന്നു. പെട്ടെന്ന് കൂടി സർജറി. ഉപ്പാന ഇന്ന് ബേക്കറിയിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഫാമിലി എനിക്ക് മെസ്സേജ് അയച്ചു. വെക്കാനുള്ള പരിപാടി ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്താ ഉറക്കം വരുന്നു. താൻ കണ്ടിട്ട് ഞാൻ താഴെ വന്നിട്ട് വീരാനോട് റഹ്മാനോട് ഇന്നലെ ആണ് ഈ കോള് നടന്നിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ ഇത്രയും ക്രിട്ടിക്കൽ ചെയ്തിട്ടുള്ള ഒരാൾ ബേക്കറിയിൽ വന്നിരിക്കും. നയാണ്ടി എടക്ക് മടക്ക് എകടാച്ചി കുത്തല് കുസുമ്പളി ഇതെല്ലാം പൊള്ളാച്ചിയിൽ വെച്ച് പുതച്ചിട്ട് വന്നത് തരുന്നില്ല. നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? പറയടാ, നിനക്ക് തല്ലാൻ തോന്നുന്നുണ്ടോ? പുറത്ത് തൊട്ടല്ല ഇടിച്ചിരിക്കും, അല്ലടാ മക്കൾക്ക് എന്ത് വേണം? ഒന്ന് തല്ലി നോക്കടാ. കിട്ടിയോ? ഇല്ല, ചോദിച്ചിട്ട് മേടിച്ചതാണ്. നന്നായി. ഇമോഷണലി തകർക്കണമെന്ന് ഞാൻ വിചാരിച്ച ഈ സെക്കൻഡ് ഞാൻ തകർക്കും. പക്ഷേ എന്താണെന്നറിയോ, എനിക്ക് ഇമോഷണലി എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? ഒരാളെ തകർക്കുമ്പോ നീ അവിടെ സങ്കടപ്പെടുമ്പോ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ഞാനും കൂടെ. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തോന്ന് ഇത്? പണ്ട് മറ്റാ ഫിലിമിലുണ്ടല്ലോ, ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാണ് പറഞ്ഞത്. ജീവിക്കാൻ വേണ്ടി മരിക്കാൻ പോലും ഞങ്ങൾ റെഡിയാണ്. എന്നെ വേണമെങ്കിൽ എനിക്ക് ഇപ്പൊ അറസ്റ്റ് ചെയ്യാം, പക്ഷെ അതിനുള്ള എവിഡൻസ് എന്റെ കയ്യിലില്ല. ഇപ്പോ ഇതിനപ്പുറം നീ വരുവോ? ഈ വേൾഡ് ഒരു കാര്യം. നീ വന്ന് നോക്ക്. നീ ഇങ്ങനെ വരുമ്പഴേ ഇങ്ങനെ നീ ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലേ പെമ്പിള്ളേരെ കാണും, അത് വെച്ച് നീ എന്നെ അങ്ങ് നിന്റെ